ഡിയർ സ്റ്റുഡൻസ്, മൊണോപ്പൊളി മാർക്കറ്റ് സിറ്റുവേഷൻസിനെ കുറിച്ചിട്ട് നമ്മൾ കുറേയധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മൊണോപ്പൊളിയിൽ പറഞ്ഞ സമയത്ത് ഒരു കൺസ്യൂമറുടെ മാക്സിമം സർപ്ലസ് മാക്സിമം ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രൈസ് ഡിസ്ക്രിമിനേഷൻസ് ഒക്കെ മൊണോപ്പൊളി മാർക്കറ്റിൽ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ മൊണോപ്പൊളി ഫേംസ് നടത്തുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അറിഞ്ഞു. അപ്പോൾ ഇത്തരത്തിലൊരു ഇക്കണോമിയിൽ മൊണോപ്പൊളീസ് മൊണോപ്പൊളി ആയിട്ട് ഫേം നിലനിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, അവിടെ കൺസ്യൂമേഴ്സിന് ലാഭകരമല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു പ്രൊഡക്ട്സിനൊക്കെ പ്രൈസ് ഈടാക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു എക്കണോമിയിൽ ഇത്തരം മൊണോപ്പൊളീസ് വളർന്നു വന്നു കഴിഞ്ഞാൽ അതെന്താ സംഭവിക്കുക, മാക്സിമം എക്കണോമിക് വെൽഫെയറിൽ കുറവ് സംഭവിക്കുന്നു, അതുപോലെ തന്നെ സോഷ്യൽ കോസ്റ്റ് ഒക്കെ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഒരു സോഷ്യൽ കോസ്റ്റ് കുറയ്ക്കുകയും അതുപോലെ തന്നെ ഈ ഒരു എക്കണോമിക് വെൽഫെയർ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട എയിമായിട്ട് കണക്കാക്കപ്പെടുന്നു. അപ്പോൾ റെസ്ട്രിക്ഷൻ ഓഫ് മൊണോപ്പൊളീസ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മൊണോപ്പൊളി മാർക്കറ്റുകൾ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഗവൺമെൻറ് ഏതൊക്കെ രീതിയിലാണ് ഇടപെടുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ദാറ്റ് ഈസ് ദ റെസ്ട്രിക്ഷൻ ഓഫ് മൊണോപ്പൊളീസ്. വെൽക്കം ടു ദിസ് സെഷൻ. Okay, the regulation of monopoly. റെഗുലേഷൻ ഓഫ് മൊണോപ്പൊളി, ഈ മൊണോപ്പൊളിയെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒന്നാമതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു റെഗുലേഷൻ പോളിസിയാണ് പ്രൈസ് കൺട്രോൾ എന്ന് പറയുന്നത്. എന്താണ് പ്രൈസ് കൺട്രോൾ എന്നുള്ളത് നമുക്ക് നോക്കാം. പ്രൈസ് കൺട്രോൾ ആർ നോർമലി യൂസ്ഡ് ടു റെഗുലേറ്റ് പബ്ലിക് യൂട്ടിലിറ്റീസ് സപ്ലൈഡ് ബൈ എ സിംഗിൾ പ്രൈവറ്റ് ഫേം. By imposing a price ceiling at a level where the short-run marginal cost curves cut the demand curve, the government can induce the monopolists to increase the total quantity sold to the consumers. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പ്രൈസ് കൺട്രോൾ നടത്തുക വഴി അല്ലേ, അതായത് മൊണോപ്പൊളിസ്റ്റുകളുടെ കമ്മോഡിറ്റീസിൻ്റെ വിലയുടെ മുകളിൽ ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് പ്രൈസ് കൺട്രോൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഗവൺമെൻറ്റിന് ആ ഒരു മൊണോപ്പൊളിയെ റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ബൈ ഇമ്പോസിങ് എ പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. പ്രൈസ് സീലിംഗ് ഈസ് ദ മാക്സിമം പ്രൈസ് അല്ലേ. പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മോഡിറ്റിക്ക് പരമാവധി എത്ര വിലയിൽ വിൽക്കാൻ സാധിക്കും എന്നുള്ളത് ഫിക്സ് ചെയ്യുന്നതിന് പ്രൈസ് സീലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരത്തിൽ പ്രൈസ് സീലിംഗ് ഈടാക്കുന്ന സമയത്ത് ദ ലെവൽ ദ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് കർവ് കട്ട്സ് ദ ഡിമാൻഡ് കർവ് അല്ലേ, മാർജിനൽ കോസ്റ്റും ഡിമാൻഡ് കർവും ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ പ്രൈസ് സീലിംഗ് നടത്തുന്നു. ഇത്തരത്തിൽ പ്രൈസ് സീലിംഗ് നടത്തുക വഴി ദ ഗവൺമെൻറ് ക്യാൻ ഇൻഡ്യൂസ് ദ മൊണോപ്പൊളീസ് ടു ഇൻക്രീസ് ദ ടോട്ടൽ ക്വാണ്ടിറ്റി സോൾഡ് ടു ദ കൺസ്യൂമേഴ്സ്. അപ്പോൾ ഇത്തരത്തിൽ മൊണോപ്പൊളി ഫേംസിൻ്റെ ഔട്ട്പുട്ടിൽ വർധനവ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഗവൺമെൻറ്റിന് സാധിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ കൂടുതലായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് ഈ മൊണോപ്പൊളി ഫേംസുകൾ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും കൺസ്യൂമേഴ്സിന് ആവശ്യമായിട്ടുള്ള കമ്മോഡിറ്റീസൊക്കെ അവിടെ ലഭ്യമാക്കുകയും ചെയ്യുന്നു. അതുവഴി ഈ മൊണോപ്പൊളി പവർ കുറച്ച് കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ മൊണോപ്പൊളിയിലെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് സാധിക്കും. സിൻസ് ദ പ്രൈസ് ഫിക്സഡ് ബൈ ദ ഗവൺമെൻറ് ഈസ് ലോവർ ദാൻ ദ പ്രൈസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് റെഗുലേഷൻ, ദ പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ് ഡിക്ലൈൻസ് വിത്ത് റെഡ്യൂസസ് ദ മൊണോപ്പൊളീസ് പ്രോഫിറ്റ്. ഇത്തരത്തിൽ ഗവൺമെൻറ് പ്രൈസ് സീലിംഗ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്കറിയാം, ഒരു മൊണോപ്പൊളിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാർജിനൽ കോസ്റ്റിനേക്കാൾ കൂടുതലായിട്ടുള്ള വിലയായിരിക്കും ഈടാക്കുന്നുണ്ടാവുക. സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് പ്രൈസ് സീലിംഗ് നടത്തുമ്പോൾ എന്താ സംഭവിക്കുക, ആ ഒരു മൊണോപ്പൊളി പ്രൈസ് എത്രയാണോ അതിന് താഴെയായിരിക്കും ഗവൺമെൻറ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത്തരത്തിൽ മൊണോപ്പൊളി പ്രൈസിനേക്കാൾ താഴെ പ്രൈസ് ഫിക്സ് ചെയ്യുക വഴി ഈ ഒരു മൊണോപ്പൊളിസ്റ്റുകളുടെ പ്രോഫിറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഗവൺമെൻറ്റിന് സാധിക്കുന്നു. സോ ഇൻ ദാറ്റ് വേ ദ ഗവൺമെൻറ് ക്യാൻ റെഗുലേറ്റ് ദ മൊണോപ്പൊളിസ്റ്റ്. ഓക്കെ, ആ ഒരു രീതിയിൽ ഗവൺമെൻറ് മൊണോപ്പൊളിസ്റ്റുകളുടെ ആ ഒരു മൊണോപ്പൊളി പവർ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സിൻസ് the ceiling price is determined by the intersection of the monopolistic firm's marginal cost and the demand curves, the method is known as marginal cost pricing. ഓക്കെ, ഇവിടെ ഇതുകൊണ്ട് തന്നെ പ്രൈസ് സീലിംഗ് എവിടെയാണ് നടത്തുന്നത് നമ്മൾ പറഞ്ഞത്, ഇന്റർസെക്ഷൻ ഓഫ് മൊണോപ്പൊളിസ്റ്റിക് ഫേംസ് മാർജിനൽ കോസ്റ്റ് ആൻഡ് ഡിമാൻഡ് കർവ് അല്ലേ. ഡിമാൻഡ് കർവും മാർജിനൽ കോസ്റ്റും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലാണ് പ്രൈസ് സീലിംഗ് നടത്തുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഈ ഒരു മെത്തേഡിനെ മാർജിനൽ കോസ്റ്റ് പ്രൈസിംഗ് എന്നും പറഞ്ഞ് വിളിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഇത്രയും മാത്രം മനസ്സിലാക്കുക, അതായത് മൊണോപ്പൊളീസ് ഒരു കമ്മോഡിറ്റീസിന് വില ഈടാക്കുന്ന സമയത്ത് മൊണോപ്പൊളി പ്രൈസിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് പ്രൈസ് സീലിംഗ് നടത്തുക വഴി ആ ഒരു മൊണോപ്പൊളിയെ
റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് ഗവൺമെന്റിന് സാധിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ദ സ്ട്രാറ്റജി പുട്ട് ഫോർവേഡ് ബൈ ഗവൺമെന്റ് ടു റെഗുലേറ്റ് ദിസ് മൊണോപ്പൊളിസ്റ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ടാക്സേഷൻ. അതേപോലെ തന്നെ ഗവൺമെന്റ് ഈ ഒരു മൊണോപ്പൊളീസിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു പോളിസിയാണ് ടാക്സേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടാക്സ് ചുമത്തുക വഴി മൊണോപ്പൊളീസ് ക്യാൻ റെഗുലേറ്റഡ് ബൈ മീൻസ് ഓഫ് ടാക്സേഷൻ. 3 types of taxation can be used to reduce the monopolist pure profits. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഈ മൊണോപ്പൊളിസ്റ്റുകൾ ഏൺ ചെയ്യുന്ന അബ്നോർമൽ പ്രോഫിറ്റുകൾ അത് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ടാക്സ് ചുമത്തുക വഴി എന്താണ് ആ ഒരു പ്രോഫിറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ടാക്സേഷൻ ഒരു റെഗുലേഷൻ പോളിസി ആയിട്ട് കണക്കാക്കാം. അപ്പോൾ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ടാക്സേഷനാണ് ഗവൺമെന്റ് ഈ ഒരു മൊണോപ്പൊളിസ്റ്റുകൾക്ക് മുകളിൽ ചുമത്തുന്നത്. അതിൽ ഒന്നാമതായിട്ട് വരുന്നതാണ് ലംസം ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ദിസ് മെത്തേഡ് the government taxes the monopolist a fixed amount regardless of how much the product is sold. അല്ലേ, എത്ര കമ്മോഡിറ്റീസ് ആണ് വിൽപ്പന നടത്തുന്നത്, ആ കമ്മോഡിറ്റീസ് വിൽപ്പന നടത്തുന്നതിൻ്റെ ക്വാണ്ടിറ്റിയുടെ അടിസ്ഥാനത്തിൽ കമ്മോഡിറ്റീസിന് ടാക്സ് ചുമത്തുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ലംസം ടാക്സ് എന്ന് പറയുന്നത്. കൂടുതൽ ക്വാണ്ടിറ്റി വിൽപ്പന നടത്തുകയാണെങ്കിൽ കൂടുതൽ ടാക്സ്, കുറവ് ക്വാണ്ടിറ്റി ആണ് വിൽപ്പന നടത്തുന്നതെങ്കിൽ കുറവ് ടാക്സ്. അപ്പോൾ ഇത്തരത്തിൽ പ്രൊഡക്റ്റ് സോൾഡ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ടാക്സ് ചുമത്തുന്നതിന് ലംസം ടാക്സ് എന്ന് പറയുന്നു. ബൈ ഇമ്പോസിംഗ് എ ലംസം ടാക്സ് the government can reduce the monopolist profit without affecting the price of the commodity or output. അപ്പോൾ ഇത്തരത്തിൽ ലംസം ടാക്സ് ചുമത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക, കമ്മോഡിറ്റീസിന്റെ പ്രൈസ് അഫക്റ്റ് ചെയ്യാതെ തന്നെ ഗവൺമെന്റിന് ടാക്സ് അല്ലെങ്കിൽ ആ ഒരു പ്രൈസിൽ വർധനവോ കുറവോ സംഭവിക്കാതെ തന്നെ ആ ഒരു ലംസം ടാക്സ് ചുമത്താനായിട്ട് സാധിക്കും. അതായത് ഈ ഒരു കമ്മോഡിറ്റീസിന്റെ വിൽപ്പനയുടെ അളവിലാണ് ടാക്സ് ചുമത്തുന്നത് എന്നുള്ളത് കൊണ്ട് ആ ഒരു ടാക്സ് ബേർഡൻ കൺസ്യൂമേഴ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു മൊണോപ്പൊളിസ്റ്റിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് പ്രൈസിൽ യാതൊരു വ്യത്യാസവും സംഭവിക്കുന്നില്ല. ഓക്കെ, ദ കൺസ്യൂമർ ഈസ് അൺഅഫക്റ്റഡ് ബൈ ദ ടാക്സ്. അപ്പോൾ ഈ ലംസം ടാക്സിന്റെ എഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ടാക്സ് ബേർഡൻ കൺസ്യൂമേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്നതേയില്ല. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കൈൻഡ് ഓഫ് ടാക്സേഷൻ that is given by the government to the monopolist. ഓക്കെ, മൊണോപ്പൊളിസ്റ്റുകളുടെ മുകളിൽ ചുമത്തുന്ന ഒരു ടാക്സ് ആണ് ലംസം ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കൈൻഡ് ഓഫ് ടാക്സ് എന്ന് പറയുന്നതാണ് that is per unit tax. In the case of tax per unit of output sold, total tax increases with the output. ഓക്കെ, ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കമ്മോഡിറ്റീസിനും ഓരോ അളവ് ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ യൂണിറ്റിന് മുകളിൽ ചുമത്തുന്ന ടാക്സിനെയാണ് പെർ യൂണിറ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അഡീഷണൽ ആയിട്ട് ഉൽപ്പാദനം നടത്തുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ അഡീഷണൽ ടാക്സ് മൊണോപ്പൊളിസ്റ്റുകൾക്ക് നൽകേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ടാക്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഔട്ട്പുട്ട് വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ടോട്ടൽ ടാക്സും വർദ്ധിക്കുന്നു. ബൈ ഇമ്പോസിങ് എ പെർ യൂണിറ്റ് ടാക്സ് ദ ഗവൺമെന്റ് ക്യാൻ റെഡ്യൂസ് ദ മൊണോപ്പൊളിസ്റ്റ് പ്രോഫിറ്റ്. അപ്പോൾ ഇത്തരത്തിൽ പെർ യൂണിറ്റ് ടാക്സ് ചുമത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മൊണോപ്പൊളിസ്റ്റിന്റെ പ്രോഫിറ്റ് കുറയ്ക്കുന്നതിന് ശ്രമിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ മൊണോപ്പൊളിസ്റ്റിന്റെ പ്രോഫിറ്റ് കുറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ സിൻസ് ദ മൊണോപ്പൊളിസ്റ്റ് ഈസ് ഏബിൾ ടു ഷിഫ്റ്റ് പാർട്ട് ഓഫ് ദ ടാക്സ് ബർഡൻ ടു ദ കൺസ്യൂമേഴ്സ്, ദ കൺസ്യൂമർ മസ്റ്റ് പേ ഹയർ പ്രൈസ് ആൻഡ് ദ ഔട്ട്പുട്ട് വിൽ ബി സ്മോളർ. ദ യൂണിറ്റ് ടാക്സ് ആണ് ചുമത്തുന്നത്, അതുകൊണ്ട് തന്നെ കമ്മോഡിറ്റീസിന് മുകളിൽ ഓരോ യൂണിറ്റിനും ഓരോ ടാക്സ് എന്നുള്ള രീതിയിൽ ചുമത്തുന്നു. അപ്പോൾ കമ്മോഡിറ്റീസിന്റെ ടാക്സ് വർദ്ധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിന്റെ പ്രൈസ് വർദ്ധിക്കും. ആ പ്രൈസ് വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് ആ ഒരു ടാക്സ് ബർഡൻ ആരിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്, മൊണോപ്പൊളിസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് കൺസ്യൂമേഴ്സിലേക്ക് ആ ഒരു ടാക്സ് ബർഡൻ ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ കമ്മോഡിറ്റീസിന്റെ പ്രൈസ് വർദ്ധിക്കുന്നു, ആ പ്രൈസ് വർദ്ധിക്കുന്നതിന്റെ ഭാഗമായിട്ട് ടാക്സ് ബർഡൻ ഷിഫ്റ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് പ്രൈസ് പെർ യൂണിറ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെ ഗവൺമെന്റ് ചുമത്തുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് ടാക്സ് ആണ് പ്രോഫിറ്റ് ടാക്സ് എന്ന് പറയുന്നത്. അതായത് ഈ മൊണോപ്പൊളിസ്റ്റുകളുടെ ലാഭത്തിന് മുകളിൽ ചുമത്തുന്ന ടാക്സ് ആണ് പ്രോഫിറ്റ് ടാക്സ് എന്ന് പറയുന്നത്. In this method, the government imposes a tax on the monopolist profits. മൊണോപ്പൊളിസ്റ്റുകളുടെ പ്രോഫിറ്റിന് മുകളിലാണ് ഈ ഒരു ടാക്സ് ചുമത്തുന്നത്. ഇഫ് ദ മൊണോപ്പൊളിസ്റ്റ് കനോട്ട് ഷിഫ്റ്റ് ദ ടാക്സ് ടു ദ കൺസ്യൂമേഴ്സ്, ദ പ്രോഫിറ്റ് ടാക്സ് റെഡ്യൂസസ് ദ മൊണോപ്പൊളിസ്റ്റ് പ്രോഫിറ്റ്സ് വിത്തൗട്ട് അഫക്റ്റിംഗ് ദ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ഓർ ഔട്ട്പുട്ട്. ഇതിപ്പോൾ നേരത്തെ നമ്മൾ ലംസം ടാക്സ് പറഞ്ഞതുപോലെ തന്നെ എന്താണ്, പ്രോഫിറ്റ് ടാക്സ് ചുമത്തുന്നത് കൊണ്ട് തന്നെ മൊണോപ്പൊളിസ്റ്റുകളുടെ പ്രോഫിറ്റിൽ റിഡക്ഷൻ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു പ്രോഫിറ്റിൽ റിഡക്ഷൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ടാക്സ് ബേർഡൻ മൊണോപ്പൊളിസ്റ്റുകൾക്ക് കൺസ്യൂമേഴ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്താ, കമ്മോഡിറ്റീസിൻ്റെ പ്രൈസ് സെയിം ആയിട്ട് തന്നെ നിൽക്കും, അതുപോലെ തന്നെ ഔട്ട്പുട്ട് എല്ലാം സെയിം ആയിട്ട് തന്നെ നിലനിർത്തിക്കൊണ്ട് ആ ഒരു മൊണോപ്പൊളിയെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഗവൺമെന്റിന് സാധിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് പ്രോഫിറ്റ് ടാക്സ്. അപ്പോൾ ഈ ഒരു ടാക്സ് ഇമ്പോസ് ചെയ്യുക വഴി ഗവൺമെന്റ് മൊണോപ്പൊളിസ്റ്റുകളെ റെഗുലേറ്റ് ചെയ്യുന്നു. ഈ ടാക്സേഷൻ പ്രധാനമായിട്ടും 3 രീതിയിലാണ് ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമതായിട്ട് പറഞ്ഞത് ലംസം ടാക്സ് എന്ന് പറയുന്നത്, പിന്നീട് പെർ യൂണിറ്റ് ടാക്സ്, അതേപോലെ തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോഫിറ്റ് ടാക്സ്. ഓക്കെ, ദെൻ
മറ്റൊരു മൊണോപ്പൊളി റെഗുലേഷൻ ആണ്, ഗവൺമെൻറ്റിൻ്റെ മറ്റൊരു മൊണോപ്പൊളി റെഗുലേഷനാണ് ആൻറ്റി മൊണോപ്പൊളി ലോസ് എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട് മൊണോപ്പൊളി റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസിലെ MRTP ആക്ട് എന്ന് പറയുന്നത്. ഈ ഒരു MRTP ആക്ട് ഒക്കെ കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു എക്കണോമിയിൽ മൊണോപ്പൊളി ഫേംസ് ഉയർന്നു വരുന്നത് ഇല്ലാതാക്കുന്നതിന് വേണ്ടി. ആ ഒരു മൊണോപ്പൊളി ഫേംസ് ഉയർന്നു വന്നു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക? കൺസ്യൂമേഴ്സിനൊക്കെ അത് അഫക്റ്റ് ചെയ്യും അല്ലെ? കൺസ്യൂമേഴ്സിൻ്റെ ടോട്ടൽ വെൽഫെയറിൽ കുറവുണ്ടാവും. അതേപോലെ തന്നെ സോഷ്യൽ കോസ്റ്റ് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ടോട്ടൽ വെൽഫെയറിലും സോഷ്യൽ കോസ്റ്റ് ഒക്കെ വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എക്കണോമിനെ വേഴ്സായിട്ടാണ് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആൻറ്റി മൊണോപ്പൊളി ലോസ് നിലവിൽ വരിക വഴി ഈ ഒരു മൊണോപ്പൊളി ഫേംസിൻ്റെയൊക്കെ ആ ഒരു ഉത്ഭവം ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആൻറ്റി മൊണോപ്പൊളി ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റ്സ് ആൻറ്റി മൊണോപ്പൊളി ലോസ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ലെജിസ്ലേഷൻ ആർ ഡിസൈൻ ടു അച്ചീവ് സെവറൽ ഒബ്ജക്റ്റീവ്. ഈ ഒരു കുറേയധികം ഒബ്ജക്റ്റീവ്സ് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ ഒരു ആൻറ്റി മൊണോപ്പൊളി ലോസ് ഒക്കെ നിലവിൽ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ MRTP ആക്ട് ഒക്കെ നിലവിൽ വന്നിട്ടുള്ളത്. അതിനുള്ള ഈ ഒരു MRTP ആക്ടിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് വരുന്നത് ദാറ്റ് ഈസ് ദ റിമൂവൽ ഓഫ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആൻഡ് പ്രൈസ് ഫിക്സിംഗ്. അതായത് ഈ മൊണോപ്പൊളി ഫേംസിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു ഫീച്ചറാണ് അവരെന്താണ് ഈ ഒരു റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് നടത്തുന്നുണ്ട് അല്ലേ? ആ ഒരു പ്രൈസ് ഫിക്സിംഗ് പോളിസീസ് ഒക്കെ വഴി. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു പ്രൈസ് ഫിക്സിംഗ് പോളിസീസും അതുപോലെ തന്നെ റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ഒക്കെ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് ഈ ആൻറ്റി മൊണോപ്പൊളി ലോസിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യമായിട്ട് കണക്കാക്കുന്നത്. ദെൻ സെക്കൻഡ് ഒബ്ജക്റ്റീവ് ഈസ് എലിമിനേഷൻ ഓഫ് അൺഫെയർ മെത്തേഡ്സ് ഓഫ് കോമ്പറ്റീഷൻ. അപ്പോൾ ഇവിടെ മൊണോപ്പൊളീസ് ധാരാളമായിട്ട് നിലവിൽ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു കോമ്പറ്റീഷൻ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇൻ്റർനാഷണൽ ട്രേഡിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രാഷ്ട്രങ്ങൾ തമ്മിലൊരു കോമ്പറ്റീഷനൊക്കെ വരും. അപ്പോൾ അത്തരത്തിൽ കോമ്പറ്റീഷൻ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ ആ മൊണോപ്പൊളി ഫേമുകൾ തമ്മിൽ എന്തുണ്ടാവും? അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് നടക്കും അല്ലേ? അതായത് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ധാരാളമായിട്ട് ഈ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ വഴിയും ഡംപിങ് വഴിയൊക്കെ എന്താണ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് നടത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ട്രേഡ് പ്രാക്ടീസസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് ഇല്ലാതാക്കുക എന്നുള്ളത് ഈ ഒരു ആൻറ്റി മൊണോപ്പൊളി ലോസിൻ്റെ മറ്റൊരു ലക്ഷ്യമായിട്ട് കണക്കാക്കപ്പെടുന്നു. ദെൻ നെക്സ്റ്റ് ഈസ് പ്രിവെൻഷൻ ഓഫ് അൺഫെയർ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എമംഗ് ഡിഫറെൻറ്റ് കൺസ്യൂമേഴ്സ്. അതായത് നമ്മൾ മൊണോപ്പൊളിയിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ ഒരു പ്രധാനമായിട്ടുള്ളൊരു ഒരു ഒരു ഫീച്ചറാണ് മൊണോപ്പൊളിയുടെ എന്താ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് അല്ലേ? ദേ ആർ ചാർജിങ് ഡിഫറെൻറ്റ് പ്രൈസസ് ഫോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺസ്യൂമേഴ്സ്. വ്യത്യസ്ത കൺസ്യൂമേഴ്സിന് വ്യത്യസ്ത ചാർജുകൾ ഈടാക്കുന്നതിനെയാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ നിലവിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ ചാർജ് ബൈ ദ മൊണോപ്പൊളിസ്റ്റ് ചാർജ് ഹയർ പ്രൈസസ് ഫോർ ദ കമ്മോഡിറ്റീസ് അല്ലേ? അതായത് ഈ ഒരു കൺസ്യൂമേഴ്സിൻ്റെ സർപ്ലസ് മാക്സിമം വൈപ്പ് ഔട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും പ്രൈസസ് ഈടാക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്താണ് ടോട്ടൽ വെൽഫെയറിലൊക്കെ കുറവ് സംഭവിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുണ്ടാവുന്ന ടോട്ടൽ വെൽഫെയറിൽ അല്ലെങ്കിൽ ആ ഒരു അൺഫെയർ പ്രൈസ് ഡിസ്ക്രിമിനേഷനൊക്കെ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് ആൻറ്റി മൊണോപ്പൊളി ലോസിൻ്റെ മറ്റൊരു ലക്ഷ്യം. ദെൻ നെക്സ്റ്റ് ഈസ് ടു ഡിസ്കറേജ് ദ അക്വിസിഷൻ ഓഫ് വെരി ലാർജ് ഷെയർ ഓഫ് ദ മാർക്കറ്റ്. അതേപോലെ തന്നെ ഒരു മാർക്കറ്റിനകത്ത് വളരെ കൂടുതൽ ഷെയറുകൾ ഹോൾഡ് ചെയ്യുന്നവരൊക്കെ ആയിരിക്കും ചിലപ്പോൾ മൊണോപ്പൊളി ആയിട്ട് മാറുന്നുണ്ടാവുക. അപ്പോൾ അത്തരത്തിൽ ആ ഒരു ഈ കൂടുതൽ ഷെയറുകൾ വാങ്ങിക്കൂട്ടുന്ന ആ ഒരു ഇതൊക്കെ ഡിസ്കറേജ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതും ഈ ഒരു ആൻറ്റി മൊണോപ്പൊളി ലോസിൻ്റെ പ്രത്യേകതയായിട്ട് കണക്കാക്കുന്നുണ്ട്. ഓക്കെ, so these are the main objectives of this anti-monopoly laws, that is removal of restrictive trade practices and price fixing, elimination of unfair methods of competition, then prevention of unfair price discrimination among different consumers to discourage acquisition of very large share of the market. Then next restriction that is put forward by government to regulate these monopolies are state ownership. Private monopolies could be completely taken over by the state so that the consumers can be effectively protected. In the state ownership, the firm is free from the objective of profit maximization. If monopoly profits are made, they can be passed on the public in the form of lower prices or reduced taxation. നെക്സ്റ്റ് മറ്റൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു റെഗുലേഷൻ മൊണോപ്പൊളി റെഗുലേഷൻ ആയിട്ട് വരുന്നതാണ് സ്റ്റേറ്റ് ഓണർഷിപ്പ് എന്ന് പറയുന്നത് അല്ലേ? അതായത് സ്റ്റേറ്റ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, കുറേയധികം മൊണോപ്പൊളീസ് ഇക്കണോമിയിൽ ഉയർന്നു വരികയാണെന്നുണ്ടെങ്കിൽ അവയൊക്കെ എന്താണ് ഗവൺമെൻറ് ഏറ്റെടുക്കുക. ആ ഒരു ഗവൺമെൻറ് ഏറ്റെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു മൊണോപ്പൊളിയുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യമായിട്ടുള്ള പ്രോഫിറ്റ് മോട്ടീവ് എന്ന് പറയുന്നത് ഇല്ലാതെയാക്കാനായിട്ട് സാധിക്കും. അത് ഈ ഗവൺമെൻറ് ഏറ്റെടുക്കുന്നത് കൂടിയിട്ട് ഈ പ്രോഫിറ്റ് മോട്ടീവ് എന്ന് പറയുന്ന ഒരു എയിം എന്തായിട്ട് മാറും? വെൽഫെയർ മോട്ടീവായിട്ട് മാറും അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു കൺസ്യൂമേഴ്സിൻ്റെ ആ ഒരു കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് ഈ സ്റ്റേറ്റ് ഓണർഷിപ്പിലൂടെ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഈ പ്രൈവറ്റ് മോണോപ്പൊളീസ്
മൊണോപ്പൊളീസ് ഗവൺമെൻറ് ഏറ്റെടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഈ കൺസ്യൂമേഴ്സിൻ്റെ ആവശ്യങ്ങളൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് പോകാനും സാധിക്കുന്നുണ്ട്. ഇൻ ദ സ്റ്റേറ്റ് ഓണർഷിപ്പ് ദ ഫേം ഈസ് ഫ്രീ ഫ്രം ദ ഒബ്ജക്റ്റീവ് ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ഇഫ് മൊണോപ്പൊളി പ്രോഫിറ്റ്സ് ആർ മെയ്ഡ് ദേ ക്യാൻ ബി പാസ്ഡ് ഓൺ ദ പബ്ലിക് ഇൻ ദ ഫോം ഓഫ് ലോവർ പ്രൈസസ് ഓർ റെഡ്യൂസ്ഡ് ടാക്സേഷൻ. അപ്പോൾ ഇത്തരത്തിൽ ഗവൺമെൻറ് ഓൺ ചെയ്യുമ്പോൾ അവിടെ മൊണോപ്പൊളി പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പബ്ലിക്കിന് തന്നെ വെൽഫെയർ ആയിട്ട് നൽകുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് തയ്യാറാവും. ദാറ്റ് ഈസ് സ്റ്റേറ്റ് ഓണർഷിപ്പ്. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ KICB ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ KICB എന്താണ്? ഗവൺമെൻറ്റിൻ്റെ ഓണർഷിപ്പോട് കൂടിയിട്ടാണ്. അത് പ്രൈവറ്റ് സെക്ടറിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? അത് പ്രൈവറ്റ് ഏജൻസീസ് ആണ് ഇത് ഓൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ലാഭം പരമാവധിയാക്കുന്ന രീതിയിൽ കൺസ്യൂമേഴ്സിനെ ചൂഷണം ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ ഉണ്ടാകുന്ന മൊണോപ്പൊളീസ് ഒക്കെ ഗവൺമെൻറ് ഏറ്റെടുത്ത് നടത്താനായിട്ട് തയ്യാറാവും. ദാറ്റ് ഈസ് സ്റ്റേറ്റ് ഓണർഷിപ്പ്. That is another policy of the government to regulate monopolies. Then next policy of the government to regulate monopolies are the breaking up of or prohibition. അതായത് ഈ ബ്രേക്കിംഗ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തലാക്കുക അല്ലേ. ഇത്തരത്തിലുണ്ടാകുന്ന മൊണോപ്പൊളി മാർക്കറ്റുകളൊക്കെ അടച്ചു പൂട്ടുന്ന ആ ഒരു രീതിയിലേക്ക് ഗവൺമെൻറ് നയിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് നിർത്തലാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുക. The government policy can take the form of breaking up the firm, prohibiting it by legislation. നിയമപരമായിട്ട് തന്നെ ആ ഒരു ഫേംസിനെ നേരിടുകയും അവ അടച്ചു കൂട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളൊക്കെ എടുക്കുകയും ചെയ്യുക. സോ ദീസ് ആർ ദ മെയിൻ ഇത്തരത്തിൽ മൊണോപ്പൊളീസിനെയൊക്കെ എന്താണ് ഗവൺമെൻറ് റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദ മെയിൻ റെസ്ട്രിക്റ്റീവ് മെഷേഴ്സ് ദാറ്റ് ഈസ് ടേക്കൺ ബൈ ദ ഗവൺമെൻറ് ടു റെഗുലേറ്റ് മൊണോപ്പൊളീസ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ഒന്നും കൂടി നോക്കുക. അതിൽ ഗവൺമെൻറ് റെഗുലേഷൻസ് ആയിട്ട് വരുന്നത് മൊണോപ്പൊളിയെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് റെഗുലേഷൻസ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് പ്രൈസ് കൺട്രോൾ ആയിരുന്നു. ദെൻ പ്രൈസ് കൺട്രോളിന് ശേഷം പിന്നീട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ടാക്സേഷൻ, ലൈക്ക് ഗവൺമെൻറ് ചുമത്തുന്ന ടാക്സ് വഴി ഗവൺമെൻറ്റിന് ഈ ഒരു മൊണോപ്പൊളീസിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ വരുന്നതാണ് ആൻറ്റി മൊണോപ്പൊളി ലോസ്. ഈ മൊണോപ്പൊളി റെസ്ട്രിക്റ്റീവ് ടൈപ്പ് പ്രാക്ടീസസ് MRTP ആക്ടുകളൊക്കെ മൊണോപ്പൊളീസ് ഉയർന്നു വരുന്നത് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള നിയമങ്ങളാണ്. ദാറ്റ് ഈസ് ആൻറ്റി മൊണോപ്പൊളി ലോസ്. ദെൻ അതേപോലെ തന്നെ പിന്നെ പറഞ്ഞ സ്റ്റേറ്റ് ഓണർഷിപ്പ്, ഗവൺമെൻറ് ഏറ്റെടുത്ത് നടത്തുക വഴി ഈ ഒരു മൊണോപ്പൊളിയൊക്കെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ പിന്നീട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ബ്രേക്കിംഗ് അപ്പ് ഓർ പ്രൊഹിബിഷൻ. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ദാറ്റ് ഈസ് ദ റെഗുലേഷൻ ഓഫ് മൊണോപ്പൊളി. ഓക്കെ, റെഗുലേഷൻ ഓഫ് മൊണോപ്പൊളി എന്നൊരു പാഠഭാഗത്ത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. അടുത്ത ഒരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു.